പ്രജിത, തിരുവനന്തപുരത്ത് പേരൂർക്കടയിലെ ഒരു SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞൊരു ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ വരുന്നുണ്ട്. അതായത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് ബിന്ദു എന്ന് പറയുന്ന ദളിത് യുവതി. അവർക്കെതിരെ ഒരു വ്യാജ ആരോപണം വന്നു, മാല മോഷ്ടിച്ചു എന്നായിരുന്നു. അതിന് അവരെ 20 മണിക്കൂറോളം സ്റ്റേഷനിൽ നിർത്തി മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ SIയെ സസ്പെൻഡ് ചെയ്തത് ഒരു വിഷയം തന്നെയാണ്, സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്. എനിക്കതിൽ മറ്റൊരു കാര്യം തോന്നിയത്, അത് ഞാൻ ചേട്ടനോട് പറയാം. അതായത് P. ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അടുത്ത് ഈ സ്ത്രീ തൻ്റെ ദയനീയ അവസ്ഥ, താൻ നേരിട്ട ആ ഒരു വിഷയം പറയാൻ വേണ്ടി പരാതിയുമായി പോയി. അദ്ദേഹം അത് വാങ്ങി അവിടെ ഇട്ടുകൊണ്ട് അവരോട് നിഷ്കരണം, അവരുടെ നേരെ മുഖം തിരിച്ചു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ പോലൊരു ആൾക്കെതിരെ ഒരു ദളിത് യുവതി വന്നിട്ട് തൻ്റെ പരാതി നിരസിച്ചു എന്ന് പറയുമ്പോൾ അതിനെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളതല്ലേ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, ആഭ്യന്തരം മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. പക്ഷേ ആഭ്യന്തരം മുഖ്യമന്ത്രിയുടെ കയ്യിലാണെങ്കിലും നീക്കുപോക്കുകൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കയ്യിലാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അത്രയധികം പവർ ഉണ്ട് എന്ന് മനസ്സിലായത് കൊണ്ടല്ലേ വെറും ഒരു സാധാരണക്കാരിയായ ആ സ്ത്രീ കൊണ്ടു ചെല്ലുന്നത്. ചേട്ടൻ എന്താ അതിൽ തോന്നുന്നത്? അങ്ങനെ ചെയ്യുന്നതാണോ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി? അങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത്? പ്രീത, ആദ്യം പൊളിറ്റിക്കൽ സെക്രട്ടറി കാണിച്ചത് ചെറ്റത്തരം, പരമ ചെറ്റത്തരം. 2, ഇതിലൊരു നിയമവശം കൂടെ ഉണ്ടായിരുന്നത് പ്രീതിക്കും അറിയാവുന്നതാണ്. ഒരു സ്ത്രീയെ ഇത്രയൊന്നും മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. 20 മണിക്കൂർ കൂടുതൽ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. അത് തന്നെ ഏറ്റവും വലിയ തെറ്റ്. 2, ഈ പോലീസ് സ്റ്റേഷനിലെ SI പെരുമാറിയ രീതി. ഈ സ്ത്രീ ജോലി ചെയ്യുന്നത് ഓമന ഡാനിയൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലാണ്. ഈ ഓമന ഡാനിയൽ വെച്ചിരുന്ന ഈ പറയുന്ന രീതിയിൽ മാല വെച്ചിരുന്ന സ്ഥലം മറന്നുപോയിട്ട് നിറം കറുപ്പായതുകൊണ്ട് അവർക്ക് നേരെ ആരോപണം ഉന്നയിച്ചു എന്നാണ് അവർ പറയുന്നത്. ഈ നിറം കറുപ്പിന്റെ കാര്യം നമ്മൾ പറയുന്നതല്ല, അവർ തന്നെ പറയുന്നുണ്ട്. എന്നെ സാർ, ഞാനൊരു നിറം കറുത്തവളായതുകൊണ്ടാണ് സാർ എന്നെ പോലീസ് സ്റ്റേഷനിൽ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്തത്. നീ പേരൂർക്കട കണ്ടുപോരുത്, നീ പൊക്കോണോ ഇവിടെ എന്നൊക്കെ SI പറഞ്ഞു. കുറച്ച് വെള്ളം ചോദിച്ചു. വെള്ളം ചോദിച്ചപ്പോ ബാത്റൂമിൽ പോയി കുടിക്കാൻ പറഞ്ഞു. ഇത് എന്ത് നീതിയാണ്? ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അല്ല, ഇതിനെയാണോ ജനമൈത്രി പോലീസ് എന്നല്ലേ പറയുന്നത്? ജനമൈത്രി പോലീസ് ഒക്കെ എന്നേ പോയി കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടാക്കി പോയി ജനമൈത്രി. ഞാൻ പറയുന്നില്ല, ഞാൻ നിർത്തി. അതെ, ഞാൻ വിഴുങ്ങി. അപ്പൊ അത് വിഴുങ്ങാനും നിവൃത്തിയുള്ളൂ. അതെ. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഈ സ്ത്രീ, എന്നിട്ട് നമുക്ക് പറഞ്ഞു വരേണ്ട കാര്യങ്ങൾ ഇത്രയുണ്ട്. ഇവർ ഈ കത്ത് കൊണ്ടുവന്ന് ശശിയുടെ കയ്യിൽ കൊടുത്തു. അപ്പൊ ശശി എന്ത് ചെയ്തു? ഇത് വാങ്ങി വെച്ചിട്ട് നിങ്ങൾ ഇത് കോടതി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നമുക്കുണ്ടാകുന്ന ഒരു ചെറിയ സംശയം, ഇവിടെ ഒരു നടിയുണ്ട്. ആ നടി സൗന്ദര്യം കൂടിയത് കൊണ്ടാണോ ആ നടിയുടെ അപേക്ഷ ശശി കേട്ടതും മുഖ്യമന്ത്രി കേട്ടതും മുഖ്യമന്ത്രി മണിക്കൂറുകത്ത് എത്ര പേരാണ്, എത്ര വണ്ടി പോലീസുമായി പോയിട്ടാണ് ഈ പോലീസ് സ്റ്റേഷൻ, ഈ നോർത്ത് സ്റ്റേഷനടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഞാനും പോയിരുന്നു. ഈ ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവരുന്ന രംഗം ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ അന്ന് വർക്ക് ചെയ്ത പ്രസ്ഥാനത്തിൽ ഞാൻ പോയിരുന്നു. എന്റെ സംശയം, ബോബി ചെമ്മണ്ണൂരിനെ പിടിക്കാൻ പോലീസിനെ വിട്ട് അത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തിയ P. ശശിയും മുഖ്യമന്ത്രിയും ഈ പോലീസും ഈ ദളിത് യുവതി, സംഭവം നടന്നിട്ട് 1 മാസമായി. നിങ്ങൾക്കറിയാം, ഏപ്രിൽ മാസത്തിൽ നടന്ന കാര്യമാണ്. ഏപ്രിൽ മാസം, കഴിഞ്ഞ മാസം 23 നടന്ന കാര്യമാണ്. എന്നിട്ട് അവർക്ക് സഹിക്കാൻ വയ്യാതെയാണ് അവർ ഇത് വന്ന് ഈ പരാതി പൊതുജനങ്ങളുടെ മുന്നിൽ അറിയാൻ വേണ്ടി പറഞ്ഞത്. ഇങ്ങനൊരു പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നോട് ഇങ്ങനെ പെരുമാറി, പേരൂർക്കടയിൽ നിന്നെ കണ്ടുപോകരുതെന്നൊരു SI പറയുന്നു അല്ലേ? ഇതൊക്കെ ഏത് രാജ്യത്താണ്? ഇത് ഭരിക്കുന്നത് പിണറായി വിജയൻ ഭരിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് സർക്കാർ. അവർക്കെതിരെ സത്യത്തിൽ കേസെടുക്കണ്ടേ? ഇത് സംഭവം മറ്റൊന്നുമല്ല, ഓമന ഡാനിയൽ ഉൾട്ടയായതാണ്. ഓമന ഡാനിയലിന് തലയ്ക്ക് ബോധവും വിവരമില്ലാതെ പൈസ കൂടിപ്പോയപ്പോൾ തലയ്ക്ക് ബോധവും വരില്ലാതെ കൊണ്ട് എവിടെയോ കൊണ്ട് മാല വെച്ചു. എന്നിട്ട് പാവം ഉപജീവന മാർഗത്തിന് ചെന്ന. അതാണ് ഞാൻ പറഞ്ഞത്, ആ മാല പിറ്റേ ദിവസം കിട്ടി. എങ്കിൽ ഈ പരാതി പിൻവലിച്ച് ഈ കള്ളപ്പരാതി കൊടുത്തതിന് അവരെ അറസ്റ്റ് ചെയ്യാൻ ശശി എവിടെ പോയി? ശശിയുടെ പോലീസ് ഇവിടെ ഉണ്ടല്ലോ. ഇവരോട്, ഈ സ്ത്രീയോട്, ഈ ദളിത് സ്ത്രീയോട് മാപ്പ് പറയണം. അവർ തീർച്ചയായിട്ടും തീരില്ല. പക്ഷേ അവർ അനുഭവിച്ച ഈ 20 മണിക്കൂർ അവർ അനുഭവിച്ച മാനസിക വ്യത എന്ന് പറയുന്നത് ഒരിക്കലും തീർത്താൽ തീരില്ല. പക്ഷേ
പൊതുജനത്തിന്റെ മുമ്പിൽ മാപ്പ് പറയുകയെങ്കിലും വേണ്ടേ? പ്രജിത, അല്ലെങ്കിൽ അവർക്കെതിരെ ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി നടപടിയെടുക്കാൻ പോലീസിനോട് പറയാം. പ്രജിത, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനോ നിങ്ങളോ പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്കൊരു മാനസിക പീഡ ഉണ്ടായാൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക വേദന നമുക്കേ അറിയുള്ളൂ. ഈ പോലീസുകാർക്കൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർക്ക് സൈക്കോളാണ്. ഒരു തരത്തിൽ മറ്റു തരത്തിൽ നമ്മളെ പീഡിപ്പിക്കുന്നവരാണ് അവരൊക്കെ. നിങ്ങളൊരു കാര്യത്തിൽ നിങ്ങൾ പോയി നോക്കണം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, എന്നെ ഒരു വണ്ടി ഇടിച്ചിട്ട കേസിന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ അനുഭവിച്ച വേദന എനിക്കറിയാം. എൻ്റെ മേലിൽ ഞാൻ പറഞ്ഞത് കള്ളത്തരമാണെന്ന് പറഞ്ഞു. ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഹണി റോസിനെതിരെ ബോബി ചെമ്മണ്ണൂർ കാണിച്ചപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ പൊക്കാനായി പോലീസ് വിട്ടത് എന്തുകൊണ്ടാണെന്നുള്ള സത്യാവസ്ഥ നിങ്ങൾക്കറിയാം. അത് ആ സമയത്ത് തന്നെ വന്നിരുന്നല്ലോ വാർത്തകൾ. കാരണം ഇത് സാധാരണ ഒരു സ്ത്രീ ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ പോയിട്ട് ബോബി ചെമ്മണ്ണൂർ പോലെ ഒരു വ്യവസായിയെ പൊക്കുമോ? ഞാനിത് പറഞ്ഞുതരാം. ഒരു സാധാരണ സ്ത്രീക്കെതിരെ ആണെങ്കിലും ബോബി ചെമ്മണ്ണൂരിനെ പൊക്കുമെന്ന് ചോദിച്ചു. അതൊന്നുമല്ല ഇതിനകത്തുള്ള പൊളിറ്റിക്സ്. ബോബി ചെമ്മണ്ണൂരിന്റെ വ്യവസായ മേഖലയിൽ നിന്ന് ഒരു നല്ല തുക ഈ പറയുന്ന പാർട്ടി അടങ്ങുന്ന ഒരു സംഘം ചോദിച്ചിരുന്നു. ആ തുക കൊടുക്കാൻ പറ്റൂല മോനെ എന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു. ആ കച്ചവടം ഡീലാവാത്തോണ്ടുള്ള ഒരു കുരുക്കായിരുന്നു ഹണി റോസിന്റെ ഈ പരാതി. ആ ഒരു പരാതിയും ആ പരാതിയിന്മേലുള്ള അറസ്റ്റൊന്നും ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അതൊന്നും ഇവർക്ക് മാത്രമേ ബുദ്ധി ഉണ്ടെന്ന് ധരിക്കുന്നില്ലേ? അതൊക്കെ ആന മണ്ടത്തരമാണെന്ന് മാത്രമേ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, പ്രിയപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി നിങ്ങളോട് നമുക്ക് പറയാനുള്ളൂ. ആ കച്ചവടം ഡീലാവാത്തോണ്ടാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. പിന്നെ പ്രീത പറഞ്ഞ പോലെ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകാൻ ചെന്നത് ഹണി റോസാണ്. ഹണി റോസിന് ജോലി സ്ഥലത്ത് ഇങ്ങനെ അവരെ പീഡിപ്പിച്ചു, വാക്കുകൊണ്ട് വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. ഒന്നുകൂടെ അവിടെ പറയേണ്ടി വരും. സിനിമാ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന പീഡനത്തിനെതിരെ അവർക്കൊന്ന് ബാത്റൂമിൽ പോകാൻ പോലും പറ്റുന്നില്ല, അവരുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവർ ഒരു വലിയ കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ പറഞ്ഞ അന്വേഷണമൊക്കെ നടത്തിയത്. എന്നിട്ട് വിളംബരം ചെയ്താൽ വെച്ചിട്ട് അതിങ്ങനെ ഈ ബുക്ക് എത്ര നാൾ അവർ കൈമാക്കാൻ പറ്റിയ റിപ്പോർട്ട് എത്ര നാൾ അവർ കൈ വെച്ചിരുന്നു, എത്ര പേജ് കീറിക്കളഞ്ഞു. നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തു, സുപ്രീം കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ പോയി. നമ്മൾ വല്ലതും കണ്ടോ? അപ്പൊ പേരെന്തോന്ന്? ഞങ്ങളുടെ ഭരണകാലത്ത് നടികൾക്കെതിരെ ഉണ്ടായ, സ്ത്രീകൾക്കെതിരെ ഉണ്ടായ അപമാനത്തിന് ഞങ്ങളിതാ പ്രമുഖരെയെല്ലാം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ആ റിപ്പോർട്ട് പോലും പുറത്തുവിട്ടത്. എനിക്ക് സർക്കാരിന് നട്ടലുണ്ടെങ്കിൽ ആ പ്രമുഖരുടെ പേരുൾപ്പെടെ പറയണ്ടേ? പ്രീത, ഞാൻ കറുത്തിട്ടിരിക്കുന്നത് കൊണ്ടാണോ സാർ എന്നെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് എന്നാണ്. അത് മാത്രമല്ല ചേട്ടാ, ഈ പോലീസ് വിളിച്ചപ്പോ തന്നെ ഈ സ്ത്രീ ചെല്ലുന്നുണ്ട് അവിടെ. അവർ പറയുന്നു ഞാൻ എടുത്തിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. എന്നിട്ട് വനിതാ പോലീസ് ദേഹപരിശോധന നടത്തി, എന്നിട്ടും ഒന്നും കണ്ടെത്തിയില്ല. ഇവർക്കൊക്കെ അത് കഴിഞ്ഞ് അതോടുകൂടി അറപ്പുളവാക്കുന്ന തരത്തിൽ അസഭ്യം പറഞ്ഞു എന്നാ പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. 3 ആഴ്ച ഈ സസ്പെൻഷൻ നിൽക്കില്ല. നിങ്ങൾ അതെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിപ്പെട്ടു, അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറി പരാതിപ്പെട്ടു, നടന്നില്ല. മാല കണ്ടെത്തിയിട്ടും, അത് വേറൊരു ട്വിസ്റ്റാണ്, മാല കണ്ടെത്തിയിട്ടും ബിന്ദുവിനെ പ്രതിയാക്കിയാണ് FIR ഇട്ടിരിക്കുന്നത്. DGPക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ FIR തിരുത്തിയിട്ടില്ല. ഇല്ല. എന്നിട്ട് അവരെ ഇപ്പോഴും അവർ പ്രതിയാണ്. ഈ കിട്ടിയ ഓമന ഡാനിയലിനെ വിളിച്ചിട്ട് ചോദിക്കണം, നിങ്ങൾ വല്ല വേറെ മദ്യപിച്ചിട്ടാണ് ഈ വീട്ടിൽ നിൽക്കണമെന്ന് ചോദിക്കണം. എന്നിട്ട് അവർക്കെതിരെ കേസെടുക്കണം. എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാൻ ഈ സർക്കാരിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഭരിക്കുന്നത് പിണറായി വിജയൻ. പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് P ശശി. കാണാൻ സൗന്ദര്യമില്ലാത്തൊരു സ്ത്രീ, നേരെ മറിച്ച് കാണാൻ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ് ചെന്നിരുന്നെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി പറഞ്ഞു. അവർക്ക് സൗന്ദര്യമില്ല എന്നുള്ളതല്ല, അവരുടെ തൊലിയുടെ അതെ കത്ത് തരൂ വായിച്ചു പോലും നോക്കണ്ട. ശരി, പൊയ്ക്കോളൂ. മറ്റേ പുന്നല്ല് കണ്ട എലി ഇങ്ങനെ ചിരിക്കണ പോലെ, പുന്നല്ല് കണ്ട് എലി ഇങ്ങനെ അന്തം വിട്ട് നോക്കുമല്ലോ, നമിച്ച് അല്ലേ? പറഞ്ഞോളൂ. അല്ല ഏട്ടാ, ഞാൻ പറഞ്ഞത് നിറത്തിന് അവർക്ക് സൗന്ദര്യമില്ല എന്നുള്ളതല്ല, അവരുടെ നിറത്തെയാണ് അവിടെ അപമാനിച്ചത്. അതൊരു സ്ത്രീ. നമ്മൾ എപ്പോഴും പറയും നിറത്തിലല്ല കാര്യം, നിറത്തിന്റെ പേരിൽ ഇങ്ങനെ വലിയ രാഷ്ട്രീയവാദം ഒന്നും ഉയർത്തരുതെന്ന് പറയും. പക്ഷെ ചിലരെങ്കിലും ഇപ്പോഴും ഈ നിറത്തിന്റെ പേരിൽ ഇത്തരത്തിൽ കാണിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ നിലപാട്. ഈ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടവരോട് ഈ സർക്കാരിനുള്ള നിലപാടും ഇതിലൂടെ വ്യക്തമാണ്. വേടനോട് ഭയങ്കര സ്നേഹമാണ്. അതറിഞ്ഞില്ലേ? അവനവന് വേണ്ട സ്ഥലത്ത്. വേടൻ ആരാണ്? വേടന്റെ പ്രൊഫൈൽ എവിടെ നിൽക്കുന്നു? ഈ പാവം പിടിച്ച വീട്ടുജോലിക്ക് പോകുന്ന ദളിത് സ്ത്രീ എവിടെ നിൽക്കുന്നു? അവിടെയാണ് അതിന്റെ വ്യത്യാസം.